കംഫർട്ട് വെച്ച് ചെയ്യാൻ പറ്റിയ കുറേ അടിപൊളി ടിപ്സുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഹലോ ഗേയ്സ്, ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് കംഫർട്ട് കൊണ്ട് എന്തൊക്കെ രീതിയിൽ നമുക്ക് വീട്ടിൽ ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ആദ്യമായിട്ട് തന്നെ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചു, കുറച്ച് വെള്ളം ഒഴിച്ചു, അത് വെട്ടി തിളയ്ക്കുന്ന സമയം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അത് വെട്ടി തിളച്ചതിന് ശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കവറ് കംഫർട്ടാണ്. ഈ 2 കവർ കംഫർട്ട് നന്നായിട്ട് തന്നെ അതിലോട്ട് ആഡ് ചെയ്യണം. നന്നായിട്ട് ആഡ് ചെയ്തതിന് ശേഷം ഒരു സ്പൂൺ എടുത്തിട്ട് അതിനെ നന്നായിട്ടൊന്ന് കലക്കി കൊടുക്കണം. വേറെ ഒന്നിനുമല്ല, അത് വെള്ളത്തിൽ ഫുള്ളായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഈ വെട്ടി തിളയ്ക്കുന്ന ടൈമിൽ തന്നെ നമുക്കിങ്ങനെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. കിച്ചണിൽ ഫുള്ള് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ആ ഒരു സ്മെല്ല് കാരണം തന്നെ നമുക്ക് അറിയാൻ പറ്റും നന്നായിട്ട് വെട്ടി തിളച്ച് കഴിഞ്ഞു എന്ന്. അപ്പോഴത്തേക്കും അത് ഓഫ് ചെയ്തതിന് ശേഷം നമ്മളൊരു സ്പ്രേ ബോട്ടിലിൽ ഇതിനെ ആഡ് ചെയ്യുവാണ്. കംപ്ലീറ്റ് ആയിട്ട് ഒന്നുപോലും നമ്മൾ പുറത്ത് കളയാത്ത രീതിയിൽ ആ സ്പ്രേ ബോട്ടിലോട്ടൊന്ന് ഒഴിക്കുവാണ് കേട്ടോ. ഒഴിച്ചതിന് ശേഷം നമ്മളിവിടെ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിലൊക്കെ നല്ല ബേർഡ് സ്മെൽസൊക്കെ കാണും അല്ലേ. നമുക്കൊരു ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. പെട്ടെന്ന് കയറി ഒരു ഗസ്റ്റ് വരുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലെ മീനിൻ്റെയോ അല്ലെങ്കിൽ മറ്റെന്തിൻ്റെങ്കിലുമൊക്കെ ഒരുമാതിരത്തെ ബേർഡ് സ്മെല്ല് വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡൈനിങ് ടേബിളിലോ അല്ലെങ്കിൽ അല്ലാത്ത ഗ്ലാസ് ടേബിളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഒരുപാട് നമ്മൾ കഴിച്ചിട്ട് പോകുമ്പോൾ കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ള വീടാണെങ്കിൽ നമുക്കറിയാം പാൽ ചായ അല്ലെങ്കിൽ പാല് ഇതൊക്കെ വീണിട്ട് അതിൻ്റെ കറയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബേർഡ് സ്മെല്ലൊക്കെ കാണും. അത് നമ്മൾ എത്ര ഒരു കോട്ടൺ തുണി വെച്ച് മൂവ് ചെയ്യാൻ നോക്കിയാൽ അത് പോകത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ഈ കംഫർട്ട് നമ്മളൊന്ന് സ്പ്രേ ചെയ്യണം. സ്പ്രേ ചെയ്തതിന് ശേഷം ഒരു കോട്ടൺ ടവലും കൊണ്ട് നന്നായിട്ടൊന്ന് തുടയ്ക്കണം കേട്ടോ. നന്നായിട്ട് തുടയ്ക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ അഴുക്കും പാടും ഒക്കെ റിമൂവായി പോകും കേട്ടോ. നന്നായിട്ട് തന്നെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം. അപ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ആ ഒരു ക്ലീനിങ്ങും അല്ലെങ്കിൽ നമ്മുടെ ഗ്ലാസിൻ്റെ ആ ഒരു നല്ലൊരു ഭംഗിയായിരിക്കും ഗ്ലാസ് കാണാൻ തന്നെ. ഒരു ഗസ്റ്റ് വരുമ്പോൾ തന്നെ നല്ലൊരു മണം. നമ്മൾ ഇപ്പോൾ ഇത് തുടച്ചപ്പോൾ തന്നെ ഡൈനിങ് ഹാള് ഫുള്ള് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ റൂമിലെ കർട്ടൻ അല്ലെങ്കിൽ നമ്മുടെ ഹാളിലൊക്കെ ഉള്ള കർട്ടനിലൊക്കെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ സ്പ്രേ ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഫാൻ ഇടുവോ അല്ലെങ്കിൽ AC ഇടുമ്പോഴത്തേക്കും ഈ സ്മെല്ല് നമ്മുടെ റൂമിൽ തന്നെ തങ്ങി നിൽക്കും, വേറെ എങ്ങും പോകത്തില്ല. നല്ല മണമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്ക് ഇരിക്കുന്ന സോഫ, ദിവാങ്കോട്ട്, അതുപോലെ കുഷൻ, ഇതിലൊക്കെ നമ്മൾ ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു വെള്ളത്തിൻ്റെ അംശം മാറാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കോട്ടൺ തുണി കൊണ്ടോ ഒന്ന് തുടച്ചെടുത്താൽ മതി. അപ്പോൾ തന്നെ നമ്മൾ ഗസ്റ്റൊക്കെ വന്നിരിക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ സോഫയിൽ നിന്ന് അധികം കഴിവാറൊന്നുമില്ലല്ലോ. അപ്പോൾ അതിനൊക്കെ പകരം നമുക്ക് ഇങ്ങനെ ചെയ്യുന്നത് ഒത്തിരി നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ നമുക്ക് വീട്ടിൽ കയറി വരുമ്പോൾ തന്നെ ഡോർ നോക്കുമ്പോൾ തന്നെ നല്ല പൊടിയും പിടിച്ച് ഒരുമാതിരി അഴുക്കൊക്കെ ആയിട്ട് ഒത്തിരി കൊള്ളരുതായിട്ട് രീതിയിലൊക്കെ ഇരിക്കും. പിന്നെ ഈച്ച ഇതൊക്കെ ഒട്ടിയിരിക്കും. അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് സ്പ്രേ ചെയ്യുന്നത് ഒത്തിരി നല്ലതാണ്. നമ്മുടെ വീട്ടിലെ നമ്മുടെ ഡോറിനൊക്കെ ഒരു ഗ്ലേസിങ് കിട്ടും. അതുപോലെ തന്നെ റൂമിൽ നമ്മൾ റൂം ഫ്രഷ്നറോ മറ്റെന്തെങ്കിലും യൂസ് ചെയ്യുന്നതിനേക്കാളും ഇതൊന്ന് സ്പ്രേ ചെയ്യുന്നത് ഒത്തിരി മണത്തിനായാലും ഒത്തിരി നമ്മുടെ റൂമിന് നല്ലൊരു പോസിറ്റീവ് വൈബ് കിട്ടാൻ വേണ്ടി സഹായിക്കും. അതുപോലെ തന്നെ നമ്മളെ വീട്ടിലൊക്കെ ഉള്ള മിററില്ലേ, ഈ മിറർ നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും നോക്കി കണ്ടില്ലേ ഒരുപാട് പൊടിപടലങ്ങൾ അടങ്ങിയിരിക്കും. അതിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളെ വീട്ടിൽ യൂസ് ചെയ്യുന്ന പ്ലാന്റ്സ് അതിൽ നല്ല മണമായിരിക്കും കേട്ടോ, നല്ലൊരു സ്മെല്ലായിരിക്കും. പിന്നെ അതുപോലെ തന്നെ കിച്ചണിൽ മീനൊക്കെ പൊരിച്ചിട്ട് അതിൻ്റെ എണ്ണയൊക്കെ വീണ് ഒരുമാതിരി പാടൊക്കെ ആയിട്ടിരിക്കും. അത് റിമൂവ് ചെയ്യാൻ നമുക്ക് നന്നായിട്ട് ഇത് സ്പ്രേ ചെയ്തതിന് ശേഷം നന്നായിട്ട് അതിൻ്റെ ആ ഒരു ബർണറിന് ചുറ്റും നന്നായിട്ട് കോട്ടൺ തുണി വെച്ച് ഇത് സ്പ്രേ ചെയ്തതിന് ശേഷം തുടച്ചെടുക്കുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയും നല്ലൊരു സ്മെല്ലും കിട്ടും. ആ ഒരു എണ്ണ വിഴുക്കോ ആ ഒരു പാടോ കാര്യങ്ങളോ മൊത്തം അങ്ങ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്